ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തലക്കറി വെക്കാൻ പോവാം. അതും കേരമീൻ്റെ. ഇതാ കണ്ടില്ലേ, വലിയൊരു കണ്ണൊക്കെ ഉണ്ട്. അമ്മയാണ് മെയിൻ കുക്ക്, കൂടെ തന്നെ അച്ഛനും ഉണ്ട്. ഞാൻ വീഡിയോ എടുക്കും. അപ്പോൾ നമുക്ക് കേരമീൻ കറി വെക്കുന്ന കണ്ടാലോ? ബാ. മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും നമ്മൾ ചൂടാക്കുകയാണ്. അമ്മ അവിടെ അത് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാ കണ്ടില്ലേ, നമ്മളിനി ഇത് ചൂടായിക്കഴിഞ്ഞാൽ അരച്ച് ചേർക്കുകയാണ്. കേരമീനകത്തൊരു കറിവേപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കണം. നേരത്തെ മുളകും മല്ലിയും മൂപ്പിച്ച ചീനച്ചട്ടിയിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് ഇഞ്ചിയും ചേർത്തിട്ടുണ്ട്. അതോട് ചേർത്ത് നന്നായിട്ട് നമ്മൾ ബ്രൗൺ കളറാക്കി എടുക്കണം. മല്ലിയും മുളകും മൂപ്പിച്ച ചീനച്ചട്ടി ആയതുകൊണ്ടാണ് ഈ കളറ് കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും കൂടെ കറി വെക്കാൻ തുടങ്ങുകയാണ്. ഞാനല്ല വെക്കുന്നത്, അമ്മയാണ്. അതിനിടയ്ക്ക് ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരിക്കുക. അങ്ങനെ മുളകും മല്ലിയൊക്കെ നമ്മളിതാ അരച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ അടുപ്പിൽ ചട്ടി വെച്ചിട്ട് അതിലേക്ക് ആദ്യം നമ്മൾ എണ്ണ ഒഴിക്കുകയാണ്. ഇനി അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കടുകിടാം. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൂടി ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് അച്ഛനങ്ങനെ കറി വെക്കാനുള്ള ഇത് ഏറ്റെടുത്തു. വെറുതെ ഷോയ്ക്ക് വേണ്ടിയിട്ട് അന്ന് ഇളക്കുന്നതേ ഉള്ളൂ കേട്ടോ. ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം നമ്മളിതിലേക്ക് മീൻപുളി കൂടി ചേർക്കുകയാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് നേരത്തെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന കേരയും കൂടി ഇടണം. ആദ്യം നമ്മളിടുന്ന കണ്ണാണ്, അല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ബാക്കി കഷ്ണം കൂടി ഇടാം. അങ്ങനെ മീൻ കറിയിൽ നമ്മൾ എല്ലാ കഷ്ണവും ഇട്ടിട്ടുണ്ട്. ഇനി ഇത് എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ കറി അങ്ങനെ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാം മീനിൻ്റെ എല്ലാ ഭാഗത്തും ആ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. കണ്ണെടുത്തപ്പോൾ പൊട്ടിപ്പോയി, എന്നാലും സാരമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായാൽ മതിയല്ലോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.